ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ് നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്ന ഒരു അടയാളമാണ് കുരിശ്. ഈശോ തൻ്റെ മനുഷ്യന് വേണ്ടി സ്വയജീവൻ ബലി കഴിച്ചു. നമുക്ക് വേണ്ടിയുള്ള ബലിയാടായിരുന്നു ഈശോ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു. നമുക്ക് വേണ്ടി പകരക്കാരനായ ആ ഈശോയുടെ പ്രതീകമാണ് കുരിശ്. സഹനത്തിൻ്റെ വേദനയുടെ ഒക്കെ സന്ദേശമാണ് കുരിശ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ അതിൻ്റെ മഹനീയത വെളിപ്പെടുന്നത് കാൽവരയിൽ ഈശോയുടെ ബലിയാണ്. ലോകത്തിൻ്റെ തിന്മകൾക്കെതിരെ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതും കുരിശാണ്. കുരിശ് സമാധാനവും അനുരഞ്ജനവും ഐക്യവും പ്രദാനം ചെയ്യുന്നു. പുതിയ ഉടമ്പടിയിലൂടെ ലോകം മുഴുവനുള്ള വിശ്വാസികളെ സമാധാനത്തിൽ ചേർത്ത് നിർത്തുവാൻ കുരിശ് സഹായിക്കുന്നു. കുരിശ് ക്രിസ്ത്യാനികൾക്കായുള്ള മാതൃകയാണ് നൽകുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശും എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ പറയുന്നത്. സഹനത്തിലൂടെ അല്ലാതെ ഈശോയെ അനുഗമിക്കാൻ കഴിയുകയില്ല. ക്രൈസ്തവന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ ദൈവപുത്രൻ ഒരുക്കിയ ഒരു വഴിയാണ് കുരിശ്. പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തനിക്കായി നൽകപ്പെട്ട മനുഷ്യരുടെ രക്ഷയ്ക്കായി കുരിശിൽ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടപ്പോൾ അപഹാസത്തിൻ്റെയും കളിയാക്കലിൻ്റെയും അപമാനത്തിൻ്റെയും അടയാളമായിരുന്ന കുരിശ് മഹത്വത്തിന് പ്രതീകമായി തീർന്നു. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.